ഹലോ ഗൈസ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ ഇന്നലെ നാട്ടിലേക്ക് വന്നു. ഇവിടെ ആണെങ്കിൽ ഈസ്റ്ററിനാണെങ്കിൽ 2:30 പുലർച്ചെ 2:30 കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നലെ രാത്രി തന്നെ കുട്ടികളെ റെഡിയാക്കിയിട്ടൊക്കെ കിടത്തി. പിന്നെ കുട്ടികളെ രാവിലെ വെളുപ്പിനെ തന്നെ എണ്ണിപ്പിച്ച് റെഡിയാക്കുക എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ റെഡിയായി. ഞങ്ങളെല്ലാവരും, ഞാനും ഉച്ചാനും കുട്ടികളും എല്ലാം റെഡിയായി. മമ്മിയും പപ്പായും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവരും റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഇനിയും ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. അങ്ങനെ ഈസ്റ്ററിൻ്റെ പ്രെയറും കുർബാനയൊക്കെ കഴിഞ്ഞു. എബിക്കുട്ടനും ഇച്ചൂട്ടനും നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് ഇച്ചൂട്ടനാണെങ്കിൽ വാശി പിടിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അവന് ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര ചൂടും കൂടി ആയപ്പോഴത്തേക്കും അവന് ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ പള്ളിയിൽ തന്നെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യൂവിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇന്ന് ഫുഡ് വെള്ളയപ്പം ഉണ്ടായിരുന്നു, നൂലപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും മുട്ടയും പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഇച്ചൂട്ടനാണെങ്കിൽ കുറുക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവന് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് അച്ചാച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇപ്പോൾ ചക്കയും മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ, പിന്നെ ചക്കയും കൂടി എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത്. പപ്പ ആണെങ്കിൽ ഒരു ചെറിയ ബോക്സിലൊരു പടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടും. ഭയങ്കര സൗണ്ടാട്ടോ. ചെറിയ സാധനമാണെന്ന് പറഞ്ഞാലും ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇച്ചായനാണെങ്കിൽ ഒരു ബോക്സ് പടക്കം എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്നല്ലേ, ഈസ്റ്ററും കൂടി അല്ലേ, എന്തായാലും പടക്കം പൊട്ടിച്ചിട്ട് ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും വിഷ് ചെയ്യാന്ന് ഇച്ചായൻ പടക്കം എടുത്തു. എബിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ പൊട്ടിക്കുമായിരുന്നു പടക്കം. അത് തീർന്നു കഴിഞ്ഞപ്പം ഡാഡോട് പറയാം ഒരു ബോക്സും കൂടി എടുക്കാനെന്ന്. ഇച്ചൂട്ടനാണെങ്കിൽ പിന്നെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു എലിഫൻ്റ് സ്റ്റാച്ചു അച്ചാച്ചൻ അവിടെ വെച്ചിട്ടുണ്ട്. ഏത് കുട്ടികൾ വന്നാലും ആദ്യം ആ എലിഫൻ്റ് പുറത്തേക്ക് കയറാതെ വേറെ പരിപാടിയേ ഇല്ല. അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് സൽമാൻകുട്ടിയാണ്. നല്ല സൂപ്പറായിട്ടാണ് അവൻ അതൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എപ്പോൾ ഇവിടെ വന്നാലും ആദ്യം എബിക്കുട്ടൻ പറയുന്നത് എബിക്കുട്ടനെ എലിഫൻറ്റിനെ കാണണമെന്നാണ്. ഇച്ചൂട്ടൻ പിന്നെ ഇത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് ഇച്ചൂട്ടന് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ പിന്നെ എലിഫൻറ്റിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവനാണെങ്കിൽ ഡോളുമണിയുടെ കൂടെ കളിക്കണമെന്നായിരുന്നു താല്പര്യം. ഡോളുമണി വേറെ ആരുമൊന്നുമല്ല, ഇവിടുത്തെ പട്ടിക്കുട്ടിയുടെ പേരാണ് ഡോളുമണി. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. കുഞ്ഞാൻ്റി ഞങ്ങൾക്ക് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി തന്നു. അപ്പവും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി തന്നു. ഞങ്ങളവിടത്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പായും മമ്മിയും കുട്ടികൾ നല്ല ഉറക്കമായതുകൊണ്ട് അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി പോയി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മോരുവെള്ളം കലക്കുന്നത് കണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിർത്തി, മോരുവെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. മോരുവെള്ളം ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ചൂടത്താണെങ്കിൽ തണുത്ത മോരുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമായിരുന്നു. ഇപ്പം ഈ ചൂടത്ത് എന്ത് വെള്ളം കുടിച്ചാലും, തണുത്തത് എന്ത് ഐറ്റം കുടിച്ചാലും ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ റെഡിയായി. ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ മേടിച്ചു. അപ്പം ഇന്നത്തെ ഫുഡ് ബിരിയാണിയും ചിക്കൻ കറിയും സാലഡും മുട്ടയും പപ്പടവും ഒക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കത്തെ മെനു. അടിപൊളി ഫുഡായിരുന്നു, വേറെ ലെവലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ്. ആ ചിക്കൻ്റെ ഗ്രേവി ആയിരുന്നു മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇന്നലത്തെ യാത്രയും ഇന്ന് വെളുപ്പിനെ എണീറ്റതും എല്ലാം കൂടി ആയപ്പോൾ ആകെ ടയർഡായി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി, കുട്ടികളും കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിയൊക്കെ എണീറ്റു. ഇനി പാച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക മുറിക്കുന്ന തയ്യാറെടുപ്പാണ്.
അങ്ങനെ ഞങ്ങൾ കാറിൽ ചക്ക കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പം കാറ് ഫുള്ള് ചക്കയുടെ സ്മെല്ലായിരുന്നു. അങ്ങനെ ഇന്ന് ചക്ക കട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഓവർ പഴുപ്പായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ ചക്കയൊക്കെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓവർ പഴുപ്പൊന്നും ആയിട്ടില്ലായിരുന്നു. ഭയങ്കര മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എബിക്കുട്ടനാണെങ്കിൽ ചക്കയൊന്നും വലിയ പിടുത്തമൊന്നുമില്ല, അവൻ വലുതായിട്ട് കഴിക്കുകയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവൻ പോലും ചക്കയാണെങ്കിൽ ഓരോ ചുളം മേടിച്ച് കഴിക്കുകയായിരുന്നു. ഇങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ എങ്ങനെ പോയി എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ.